ഹായ് ഡിയേഴ്സ്, നമുക്കിന്ന് ഒരു ഫ്രൂട്ട്സ് ബിരിയാണി തയ്യാറാക്കിയാലോ? അതായത് പൈനാപ്പിൾ ആൻഡ് റുമ്മാൻ ബിരിയാണി. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ആവശ്യമായ സാധനങ്ങളൊക്കെ ഇതാ ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതായത് ഒരു വെജിറ്റബിൾ ബിരിയാണിയിലേക്ക് എന്തൊക്കെ ഐറ്റംസ് വേണമെന്ന് എല്ലാവർക്കും അറിയുന്നതാണല്ലോ. അതിലേക്ക് അഡീഷണലായി പൈനാപ്പിളും പോങ്ഗ്രാനൈറ്റും ആഡ് ചെയ്തിട്ടാണ് നമ്മൾ റുമ്മാൻ ബിരിയാണി തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചെമ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആവശ്യമായ നെയ്യ് വെച്ചു. ആവശ്യമായ നെയ്യ് എന്ന് വെച്ചാൽ 5 കിലോ ബിരിയാണിക്ക് ഞങ്ങൾ 1 കിലോ നെയ്യാണ് യൂസ് ചെയ്തത്. അങ്ങനെ നെയ്യ് വെച്ചു. അതിലേക്ക് അണ്ടി മുന്തിരി ആദ്യം നമ്മളത് വറുത്ത് കോരി, ഉള്ളിയും ചേർത്ത് അത് ആദ്യം വറുത്ത് കോരി എടുത്തു. അത് വറുത്ത് കോരിയതിലേക്ക് നമ്മൾ ബിരിയാണിയുടെ മരുന്നുകൾ കൂട്ടി പിടിച്ച മസാലയും പൈനാപ്പിളിന്റെ കട്ട് ചെയ്ത പീസും അതുപോലെ പോങ്ഗ്രാനൈറ്റിന്റെ സീഡ്സും അത് ഒക്കെപ്പാടെ മിക്സ് ചെയ്തിട്ട് അത് നമ്മൾ മാറ്റി വെച്ചു. ഈ 5 കിലോ ബിരിയാണിയിലേക്ക് ആവശ്യമായ സാധനങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അത് നമ്മൾ മാറ്റി വെച്ച ബാക്കി ചെമ്പിലുണ്ടായിരുന്ന നെയ്യിലേക്കാണ് നമ്മൾ വെജിറ്റബിൾ ഇട്ട് വേവിച്ചത്. അപ്പോൾ വെജിറ്റബിളിൽ നമ്മൾ ആദ്യം ബീൻസ് അതുപോലെ ക്യാരറ്റ് ഇത് രണ്ടും ഇട്ട് ഒന്ന് വാടിയതിന് ശേഷമാണ് ഉള്ളി അതുപോലെ കോളിഫ്ലവർ പിന്നെ മസാലകൾ പച്ചമുളക് തക്കാളി ഇഞ്ചി വെളുത്തുള്ളി ഇവിടെയൊക്കെ പേസ്റ്റ് ഒക്കെ പാടെ ചേർത്ത് അത് ഇളക്കി. ആ സമയം തന്നെ നമ്മൾ മറ്റൊരടുപ്പിൽ അരി വേവിക്കാനുള്ള വെള്ളം വെച്ചിരുന്നു. അത് ഒരുപാട് വെള്ളം ഉള്ളതുകൊണ്ട് ചൂടാവണമെങ്കിൽ കുറച്ച് സമയം എടുക്കുമല്ലോ. അപ്പോൾ ഇത് നമ്മൾ മസാല റെഡിയാക്കുമ്പോഴേക്ക് അപ്പുറത്തെ അടുപ്പിൽ വെള്ളവും തെളിച്ചു കിട്ടും. പിന്നെ അതിലേക്ക് ബാക്കി വന്ന സോയാബീന് കോളിഫ്ലവർ അങ്ങനെ എല്ലാ ഐറ്റംസും ചേർത്തു. നമ്മൾ വെജിറ്റബിൾ ബിരിയാണിയിലേക്ക് ഗ്രീൻ പീസ് ആഡ് ചെയ്യുമല്ലോ, എന്നാൽ ഇതിലേക്ക് ഗ്രീൻ പീസ് അതുപോലെ പൊട്ടാറ്റോ ഇത് രണ്ടും ഞങ്ങൾ യൂസ് ചെയ്തില്ല കേട്ടോ. പിന്നെ ഇതിലേക്ക് ഇതുപോലെ ഉപ്പ് അതുപോലെ തൈര് കുരുമുളക് പൊടി പെരിഞ്ജീരകം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് ടൈമിലാണ് നമ്മൾ അരിഞ്ഞു വെച്ച പൈനാപ്പിളിന്റെ കഷ്ണങ്ങൾ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഈ 5 കിലോ ബിരിയാണിക്ക് ഞങ്ങൾ 1 കിലോ പൈനാപ്പിളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിൽ കുറച്ച് പൈനാപ്പിൾ നമ്മൾ നേരത്തെ പൊരിച്ചു വെച്ച ഉള്ളി അതുപോലെ പോങ്ഗ്രാനൈറ്റ് മസാലകളൊക്കെ ചേർത്ത് കുഴച്ച് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, അതിലേക്ക് നമ്മൾ കുറച്ച് പൈനാപ്പിൾ ആഡ് ചെയ്തിരുന്നു. ഇതിലേക്ക് നമ്മൾ കുറച്ച് ബാക്കിയുള്ള പൈനാപ്പിൾ ഒരു 3/4 ഭാഗം പൈനാപ്പിൾ നമ്മൾ ഈ മസാലയിലേക്കാണ് ഇട്ടത്. കുറച്ച് ഭാഗം മാത്രമേ, ഒരു 1/4 ഭാഗം മാത്രമേ നമ്മൾ പൊരിച്ചു വെച്ച ഉള്ളിന്റെ കൂടെ അവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ആ പൈനാപ്പിളും കൂടെ ഇട്ടിട്ട് അതൊന്ന് വാടിയതിനു ശേഷം ഞങ്ങളത് മാറ്റിവെച്ചു. മസാല അടുപ്പിൽ നിന്നും ഇറക്കി വെച്ചു. അപ്പോഴേക്കും നമ്മളുടെ അടുപ്പത്ത് വെച്ചിരുന്ന വെള്ളം തിളച്ചു. അതിലേക്ക് അരിയൊക്കെ ഇട്ടു. അങ്ങനെ അരിയിലേക്ക് നമ്മൾ പിന്നെ നമുക്ക് അറിയാവുന്നതാണല്ലോ ഇത്തിരി അരി ഇടാനുള്ള വെള്ളത്തിൽ നമ്മൾ ഉപ്പ് അതുപോലെ ക്യാരറ്റിന്റെ കഷ്ണങ്ങള് ലെമണിന്റെ നീര് എന്നിവയൊക്കെ ഒഴിച്ചിരുന്നു. അങ്ങനെ അരിയൊക്കെ വെന്തു പാകമായി നമ്മൾ ദമ്മിടാൻ പോവാണ് കേട്ടോ. ദമ്മിടുന്നതിന്റെ തൊട്ട് മുമ്പായിട്ട് നമ്മൾ മാറ്റിവെച്ച മസാലയിലേക്ക് ചപ്പ് പുതിന അരിഞ്ഞു വെച്ച ചപ്പ് പുതിന ഒക്കെ ചേർത്തു. നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച ബിരിയാണി മസാല അല്പം വിതറി കൊടുത്തു. അതിനുശേഷം നമ്മൾ ചോറ് ഊറ്റിയെടുത്തിട്ട് കുറച്ച് ചോറ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കും. അതിനുശേഷം നമ്മൾ നേരത്തെ പൊരിച്ചു വെച്ച് മാറ്റി വെച്ച ഉള്ളി അതുപോലെ അണ്ടി മുന്തിരി അതൊക്കെ പാടെ വെച്ച് നമ്മൾ മാറ്റി വെച്ചല്ലോ, അതിലേക്ക് നമ്മൾ പൈനാപ്പിൾ പോങ്ഗ്രാനൈറ്റിന്റെ സീഡ്സ് ഒക്കെ ചേർത്തിട്ട് നമ്മൾ മിക്സ് ആക്കി മാറ്റി വെച്ച് അത് കുറച്ചെടുത്തിട്ട് ഇതിന്റെ മേലെ വിതറും, വീണ്ടും ചോറിടും, വീണ്ടും വിതറും. ഈ രീതിയിലായിരുന്നു ഡെക്കറേറ്റ് ചെയ്യുന്നത്. റുമ്മാൻ ബിരിയാണി റെഡി. ഓക്കെ, താങ്ക് യു.